കോഴഞ്ചേരി തിരുവല്ല റോഡിന് സമീപത്തായിട്ടാണ്, പത്തനംതിട്ട റോഡിന് സമീപത്തായിട്ടാണ് ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സ്റ്റേഡിയം. നേരത്തെ മുൻകാലങ്ങളിൽ ഈ സ്റ്റേഡിയം ഒട്ടേറെ ഈ കളിസ്ഥലങ്ങൾക്കും മറ്റുമായിട്ടൊക്കെ വിനിയോഗിക്കുമായിരുന്നു. പിന്നീട് കുറച്ച് കാലങ്ങളായി ഇപ്പോൾ ഒരു നവീകരണ പ്രവർത്തനത്തിന്റെ അപര്യാപ്തതയിൽ ഈ സ്റ്റേഡിയം ഒരു ശോച്യാവസ്ഥയിലായിരുന്നു. പുതിയ ഭരണസമിതി ഇപ്പോൾ കയറി. ഇപ്പോൾ ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളുമായിട്ട് പുതിയ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നത് ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് KG മുകുന്ദനാണ്. പ്രസിഡന്റ്, എങ്ങനെയാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്? ഇപ്പോഴ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഡിസ്ട്രിക്ട് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോച്ചിങ് ക്യാമ്പ് തുടങ്ങുന്നതിന് വേണ്ടി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴ് പഞ്ചായത്തും കൂടെ നേതൃത്വത്തിലായി ഇപ്പോഴിപ്പോ ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് കളിക്കത്തക്ക രീതിയിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തുക. ഇതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ ഇതിന്റെ സ്പോർട്സ് കൗൺസില് നമ്മുടെ MLA ഫണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപ അനുവദിച്ചത്. അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് PIP പമ്പ ഇറിഗേഷൻ പ്രോജക്ടിന്റെ പൈപ്പ് ലൈൻ ഇതിന്റെ സെന്ററിൽ കൂടെ പോകുന്നത് പറഞ്ഞതും അത് മാറ്റി 27 ലക്ഷം രൂപയുടെ കൂടി അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 27 ലക്ഷം രൂപയുടെ പണി അഡീഷണൽ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പൊ നടക്കാതെ പോയത്. പക്ഷെ അത് വീണ്ടും വീണ്ടെടുത്ത് ഇതിന്റെ പണി പൂർത്തീകരിക്കാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോഴ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയാണ് ഇതിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴ് ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സമ്മർ കോച്ചിങ് ക്യാമ്പ് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ കോച്ചിങ് ക്യാമ്പ് കൊടുക്കുന്നതിനും അവരുടെ ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ പോകുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്. അവരുടെ കൂടെ ഈ പഞ്ചായത്തോട് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന സകല സഹായം ചെയ്യുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇതിന്റെ ഈ ഇലന്തൂർ പഞ്ചായത്ത് തന്നെ തെരഞ്ഞെടുത്തത്? അല്ല, ഇതിനെക്കുറിച്ച് പലർക്കും ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ഈ ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയൊരു സാമ്പത്തിക സ്രോതസ്സാകും മറ്റാണ് പറഞ്ഞത്. പക്ഷെ അതല്ല. ഈ സാമ്പത്തിക സ്രോതസ് നമ്മുടെ ഗ്രാമീണ മേഖലകളിലേക്ക് എത്താൻ വേണ്ടി ഇപ്പം നമ്മുടെ ഈ പ്രസിഡന്റിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ നല്ല സജീവമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇത് വരുന്നത്. അതല്ലെങ്കിൽ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത് ഞങ്ങൾക്ക് എഴുതി കൊടുക്കുന്നതിന് മുമ്പായിട്ട് എഴുതി തന്നു, ഇത് ചെയ്തോളം പറഞ്ഞത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പ്രമാണത്ത് ഒരു സ്റ്റേഡിയം ഉണ്ട്, അതിനകത്ത് 55 മീറ്റർ ലെങ്ത് വേണം ഇതിൻ്റെ ഇത്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുന്ന പ്രമാണത്ത് മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും കിട്ടത്തില്ല. അവിടെ പ്രമാണത്ത് അത് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പൊതുസമൂഹം മൊത്തം കേൾക്കുവാണല്ലോ, ഉള്ള കാര്യം പറയാം. അതിനകത്ത് 1.5 ലക്ഷം ഒരു വർഷം 1.5 ലക്ഷം രൂപ കൂടുതൽ അവർക്ക് ആസ്തി ഇതിനകത്ത് വരുവാണ് പഞ്ചായത്തിന് വേണം. അപ്പൊ ഇത്രയും ഒരു കാര്യം ചെയ്യാൻ ഈ പഞ്ചായത്തിനോ അല്ല, എന്നിട്ട് ഇനിയും ഒരു കാര്യം പറയാം, ഇതിന്റെ ഗ്രൗണ്ട് എങ്ങനെ ശരിയാവും എന്നൊരു തോന്നലുണ്ടാവും. ഈ ഗ്രൗണ്ട് ശരിയാക്കുന്ന മൊത്തം ക്രിക്കറ്റ് അസോസിയേഷനാണ്. അതിനകത്ത് 5 പൈസ ഗ്രാമപഞ്ചായത്തിന് മുടക്കില്ല. അവിടെ ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കുകയും ഒപ്പം തന്നെ ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ സഹായിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്ന ഇതുപോലൊരു സംവിധാനം നമ്മൾ നമ്മുടെ നാടും പ്രദേശത്ത് അത് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതിനകത്ത് ഞാൻ ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിനെ പറയുന്നു, ഞാൻ ഒരു ലെറ്റർ കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് എന്റെ സാക്ഷാത്കാരം എന്നറിയാം. അവർക്കതറിയാം നമ്മൾ ജെന്യുവിനാണ്, നമ്മൾ ഒരിക്കലും ഒരു കള്ളത്തരമല്ല. പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, ഇത് ഏതോ ക്രിക്കറ്റ് അസോസിയേഷൻ എന്തോ ഇല്ല, ക്രിക്കറ്റ് അസോസിയേഷൻ അല്ല. ഇവിടെ ഇപ്പൊ ഈ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഇപ്പൊ കണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ട്, ഇത് എല്ലാം ചെയ്യുന്നത് നമ്മുടെ കയ്യിലെ സ്വന്തം കാശ് കൊടുത്താ ചെയ്യുന്നത്. ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ട് ഇവിടുത്തെ. അതല്ല, ഈ നിൽക്കുന്ന ഈ പുറകെ നിൽക്കുന്ന മൊത്തം പേരും ഇതിന്റെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാവരും സഹകരിക്കുന്നവരാണ്. കാരണം ഇതിന്റെ ഒരു ജനകീയ അടിത്തറയുണ്ട്. ഈ അടിത്തറയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അതും ഞാൻ ഇദ്ദേഹത്തെ വ്യക്തമായിട്ട് പറയുന്നു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേണ്ട എല്ലാ സപ്പോർട്ടും നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഇലന്തൂര് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും, അതിന് യാതൊരു മാറ്റവുമില്ല. ഇപ്പം തന്നെ ഞങ്ങൾ തന്നെ ഇതിൻ്റെ മുന്നോട്ട് ഇറങ്ങി അദ്ദേഹം പറഞ്ഞ ഏതൊരു രീതിയിൽ വേണ്ട സഹായം എപ്പോഴാണ് എവിടെയാണ് സഹായം വേണ്ടത് ആ സഹായം എല്ലാം ചെയ്തു തരുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. മെമ്പറെ, പിന്നെ കാലാകാലങ്ങളിൽ ഇവിടെ നാടോടികളൊക്കെ വന്ന് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ, അപ്പൊ അതിനൊക്കെ മാറ്റം ഉണ്ടായി. ഇനി എന്തൊക്കെ പ്രവർത്തനമാണ് ഇനിയും മുന്നോട്ട് ഈ സ്റ്റേഡിയം നമുക്ക് അനിവാര്യമാണ്. ഇനിയും വരുന്ന തലമുറയ്ക്കായാലും ഉള്ള തലമുറകൾക്കായാലും പ്രചോദനമാണ് ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഇത് നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്നാണ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അസോസിയേഷൻ മറ്റും എന്തൊക്കെയാണ് ഇവിടെ നല്ലൊരു സ്റ്റേഡിയമാണ്. ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തിലോ ഇതിലും നല്ലൊരു ഇത്രയും ഒരു സ്ഥലം ഇല്ല. അത് വെറുതെ ഇപ്പോഴത്തെ പുതിയൊരു തലമുറയ്ക്ക്
നമുക്കിപ്പം നമ്മൾ ഇത്രയും പ്രായമായ ഞങ്ങൾ ഇപ്പോഴും ഇതിനകത്ത് വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പുതുതലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും അല്ലെങ്കിൽ ഒന്ന് നടക്കാനും ഇതൊന്ന് ശരിയായി കിട്ടണമെന്ന് മാത്രമാണ് നമ്മുടെ ഒരു ഇത്. അതിനാണ് ഇന്ന് അവധിയായിട്ടും നമ്മൾ വന്ന് ഇതിന് ഇറങ്ങിയതും ഈ സമയങ്ങളിലും വന്ന് പ്രവർത്തിക്കുന്നു. ബാക്കിയൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളൊക്കെയാണ്? സാറേ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മെയിനായിട്ട് ഇപ്പൊ ഫസ്റ്റ് ഗ്രൗണ്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു പ്രാക്ടീസ് മാച്ച്, അതായത് ഒരു കുട്ടികൾക്കുള്ള ഒരു പ്രാക്ടീസ് കൊടുക്കാനായിട്ട് അതിനു വേണ്ടിയിട്ട് സജ്ജീകരിക്കുക എന്നുള്ള ആദ്യം ഇപ്പം നമ്മുടെ ഫസ്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അണ്ടർ 14 അല്ലെ അണ്ടർ 16 കുട്ടികൾക്കുള്ള ഒരു കോച്ചിങ് ക്യാമ്പ്. ഇത് നേരത്തെ നമ്മൾ വർഷങ്ങളായിട്ട് 50 പേര് ഉൾപ്പെടെ 50 പേരോളം കുട്ടികൾക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത് കുറച്ച് കാലമായിട്ട് അത് മുടങ്ങിക്കിടക്കും. അത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ്. അതായത് കുട്ടികൾക്ക് ഇപ്പം എല്ലാവരും മൊബൈൽ അഡിക്റ്റഡ് ആണ്. അതിന് പകരം അവർ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി അപ്പൊ ഫിസിക്കലായിട്ട് മെന്റലി അവർ കുറച്ചും കൂടെ ഒന്ന് ഇനിയുള്ള യൂത്ത്, അതായത് കുട്ടികൾ കുറച്ചുകൂടി മെന്റലി കുറച്ചൊന്നും നന്നായിട്ട് വരുമെന്നാണ് നമ്മുടെ തോന്നൽ. അതിന് ഫിസിക്കലായിട്ട് അവർക്ക് എങ്ങനെ ഒരു ബെറ്റർ, ഇപ്പൊ ക്രിക്കറ്റ് ആയിരിക്കാം, അവർ ചിലപ്പോൾ ഫുട്ബോൾ ആയിരിക്കും താല്പര്യം. ഇപ്പൊ നമ്മളിപ്പം കോച്ചിങ് ഇപ്പൊ രാവിലെ ക്രിക്കറ്റ് കഴിഞ്ഞു, ബാക്കി എന്നാലും ഗ്രൗണ്ട് ഫ്രീ, അവർ ഫുട്ബോൾ വേണം കളിക്കും, അല്ല അവർക്ക് ഷട്ടിൽ കളിക്കും, അല്ല വൈകിട്ട് വേണം വോളിബോൾ കളിക്കും. അതിനെല്ലാം വേണ്ടി ഒരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതിനാദ്യം വേണ്ടത് ഗ്രൗണ്ട് ക്ലീൻ ചെയ്യാന്നുള്ളത്. അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ്, ഇപ്പോൾ തന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിലും സംസ്ഥാന സർക്കാരും കൂടി എന്റെ സ്റ്റേഡിയം എന്റെ ഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതി വരുന്നുണ്ട്. അത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ്? അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് നേരത്തെ 90 ലക്ഷം രൂപ അനുവദിച്ചത് കിടപ്പുണ്ട്. അത് പിന്നെ MLA യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഇതിന്റെ ബാക്കി പണികൾ ചെയ്യാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. ഓക്കെ, ബാക്കി ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് നമുക്ക് ഒരു ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ വോളിബോൾ കോർട്ടും ഒരു ഷട്ടിൽ കോർട്ടുമായി ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിക്കറ്റിന്റെ നെറ്റ് പ്രാക്ടീസ് ഉണ്ട്. അതിനൂടെ പിന്നുള്ള സൗകര്യങ്ങൾ നമ്മൾ ശരിയാക്കി കൊടുക്കും. അപ്പൊ ഒരു കാര്യം കൂടെ പറയാം. കാര്യം ഇതിനകത്ത് പഞ്ചായത്തിന്റെ ഞാൻ പറയും, ഈ ഒരു ജില്ലക്കകത്ത് നല്ല സ്റ്റേറ്റിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഒരു പഞ്ചായത്താണ് നമുക്കുള്ളത്. അതുകൊണ്ട് അവരോടുള്ള ഒരു നന്ദി സ്നേഹവും വെച്ചുകൊണ്ട് തന്നെ പറയാം. ഇവിടെ നമ്മുടെ ഇപ്പം നിങ്ങൾ കാണുന്നു, ഞങ്ങൾക്ക് റൂമുണ്ട്. ഈ റൂമിനകത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ റൂം എങ്ങനെ വിനിയോഗിക്കും ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നമ്മുടെ ഈ ഒരു പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡ്രസ്സ് മാറാൻ, അവർക്ക് ഇത് ചെയ്യാൻ, അതുകൊണ്ട് നമ്മുടെ എക്യുപ്മെന്റ്സ് എല്ലാം വെക്കാൻ എല്ലാം ഉള്ള സൗകര്യം. ഞാനിതൊന്നൊരു വലിയ വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി പറയാനല്ല. കാര്യം ഇതിനെല്ലാം സഹായിക്കുന്നത് ഈ പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനകത്ത് നമ്മൾ എന്തൊരു ഒരു പദ്ധതി വെച്ചാലും ക്രിക്കറ്റുമായിട്ട് വളരെ സ്നേഹവും ബന്ധവും ഉള്ള ഒരു കക്ഷിയാണ് നമ്മുടെ മൂന്നുചേട്ടന്. ഈ മൂന്നുചേട്ടന് നമുക്ക് വേണ്ടിയുള്ള സഹായം കാര്യം ചെയ്തെന്ന് പറയാം. പുള്ളിക്ക് അത് അറിയാം, അത് കൃത്യമാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഈ ഒരു വാർത്താ ഇത് കൊടുത്താലും ശരി, നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നത് ഈ പഞ്ചായത്ത് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഈ വരുന്ന ഈ സ്കൂൾ ഇപ്പോൾ ഈ അവധിക്കാലത്ത് ഏപ്രിൽ മെയ് അവധിക്കാലത്ത് കുട്ടികൾക്ക് പരിശീലനമൊക്കെ നൽകാനാണ് പത്തനംതിട്ട ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. അതിന് ഏറെക്കാലമായി നവീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അപര്യാപ്തതയിൽ ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് മാറുകയാണ്. അതിനോട് ആ മാറ്റത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ സ്റ്റേഡിയം നവീകരിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ. എല്ലാവരും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും പഞ്ചായത്തും കൂടെ സംയുക്തമായി ചേർന്നാണ് ഇവിടെ ഈ അനുയോജ്യമാക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.